നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷങ്ങളായി കേരള PSC സ്ഥിരമായി ചോദിക്കുന്ന 100 ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ആണിത്. 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്കും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം എഴുതുന്നവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 100 ചോദ്യങ്ങൾ കാണാൻ ശ്രമിക്കുക. റിവിഷൻ പോലെ നമുക്കിത് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നതായിരിക്കും ഇത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ 1857 വിപ്ലവത്തിൻ്റെ ലക്നൗ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. 1857 ലക്നൗ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. നെക്സ്റ്റ് വൺ, തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ റിപ്പബ്ലിക്. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ റിപ്പബ്ലിക്. നെക്സ്റ്റ് വൺ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ആൻസർ നിർദ്ദേശക തത്വങ്ങളിൽ. നിർദ്ദേശക തത്വങ്ങളിൽ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം. നെക്സ്റ്റ് വൺ, മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. നെക്സ്റ്റ് വൺ, കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? ആൻസർ രാമൻ നമ്പി. രാമൻ നമ്പി. നെക്സ്റ്റ് വൺ, സർവ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? ആൻസർ ചട്ടമ്പിസ്വാമികൾ. നെക്സ്റ്റ് വൺ, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ആൻസർ മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? അയ്യങ്കാളി. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേതാണ്? സിംഗപ്പൂർ. ഇസ്രയേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരുവാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. ഇസ്രയേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരുവാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. നെക്സ്റ്റ് വൺ, പട്ടിണി ഇല്ലാതാകൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായാണ് ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനവും ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ് ചോദ്യം, സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു
ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയല്ലാത്ത പ്രസ്താവന ആൻസർ ഓപ്ഷൻ ബി രണ്ടാമത്തെ മാത്രമാണ്. നെക്സ്റ്റ് വൺ, മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? മധുര. ഓപ്ഷൻ ബി മധുര. നെക്സ്റ്റ് വൺ, ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി 2ഉം 4ഉം. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും ബക്രാനങ്കൽ ഒരു വിവിധോദ്ദേശ പദ്ധതിയാണെന്നുള്ളതുമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ആൻസർ ജീവൻ രക്ഷാ പതക്. ജീവൻ രക്ഷാ പതക്. നെക്സ്റ്റ് വൺ, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഗോദാവരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ആൻസർ തൂത്തുക്കുടി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ആൻസർ ഡെക്കാൻ പീഠഭൂമി. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരലാച്ല ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആണ് ബാരലാച്ല ചുരം. നെക്സ്റ്റ് വൺ, ഏത് രേഖാംശത്തിലെ സമയത്താണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ആൻസർ 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പള്ളിക്കര ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്ന ഏത് വില്ലേജിലാണ്? പള്ളിക്കര വില്ലേജിലാണ്. പള്ളിക്കര വില്ലേജിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതു വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ആൻസർ കാപ്പിക്കാണ്. 1959 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആലപ്പുഴ ജില്ല. നെക്സ്റ്റ് വൺ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ആൻസർ കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ആൻസർ കോതമംഗലം. നെക്സ്റ്റ് വൺ, 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ആൻസർ ദക്ഷിണാഫ്രിക്ക.
കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഒ ജെ ജനീഷ്. ഒ ജെ ജനീഷ്. ഒ ജെ ജനീഷ്. കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ്. നിലവിലെ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ്. നെക്സ്റ്റ് വൺ, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ആൻസർ HDFC. നെക്സ്റ്റ് വൺ, 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ്? ആൻസർ പൃഥ്വിരാജ്. നെക്സ്റ്റ് വൺ, ലോക നാട്ടറിവ് ദിനം എന്നാണ്? ലോക നാട്ടറിവ് ദിനം എന്നാണ്? ആൻസർ ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനാണ് ഉള്ളത്? ഡെങ്കി വൈറസ്. ടാക് 003 വാക്സിൻ ഏത് വൈറസിലാണ്? ഡെങ്കി വൈറസ്. നെക്സ്റ്റ് വൺ, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ? അർജന്റീന. നെക്സ്റ്റ് വൺ, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിൻ്റെ കമ്പനി ഏതാണ്? മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തതാണ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേര്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ആൻസർ നീലു. നെക്സ്റ്റ് ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉം. രണ്ടാമത്തതും ചർവണകം അതുപോലെ അഗ്രചർവണകമാണ് ആഹാരം ചവച്ചരയ്ക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ് ചോദ്യം, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? ആൻസർ വിറ്റമിൻ ഡി. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ട. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? വനാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2006. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമേതാണ്? 1984. 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഗോവ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സ്വീഡൻ. നെക്സ്റ്റ് വൺ, വൈദ്യുത സർക്യൂട്ടിലെ സംബന്ധിച്ച് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായവ ഏതൊക്കെയാണ്? വൈദ്യുത സർക്യൂട്ടിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. ഒരു അടഞ്ഞ സർക്യൂട്ടിൽ കൂടി മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. നെക്സ്റ്റ് ചോദ്യം, തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രി ആയിരിക്കണം. നെക്സ്റ്റ് ചോദ്യം, കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാമാണ്?
ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയൊരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും പരസ്പരം ആകർഷിക്കും. നെക്സ്റ്റ് ചോദ്യം. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറഞ്ഞ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആണ്. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് ചോദ്യം. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. തീ കെടുത്തുന്ന വാതകമാണ്. നെക്സ്റ്റ് ചോദ്യം. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ സഹജ. നെക്സ്റ്റ് വൺ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേരെന്താണ്? ആൻസർ കൈരളി. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ആൻസർ വുഹാൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ടൈഫോയിഡ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ്? മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനമാണ് ജ്യോതിസ്. നെക്സ്റ്റ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ മലപ്പുറം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണ്? വിബ്രിയോ കോളറെ. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ശലഭം. ജലസ്രോതസ്സുകൾ അണുമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ആണ് ബ്ലീച്ചിങ് പൗഡർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? പൂനെ. താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ആൻസർ കെ മുരളീധരൻ. കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് കേന്ദ്രമാണല്ലോ, സോറി. ആരോഗ്യവകുപ്പ് മന്ത്രി ആൻസർ ഓപ്ഷൻ സി JP നഡ്ഡയാണ്. JP നഡ്ഡയാണ്. കേന്ദ്ര ആരോഗ്യവകുപ്പ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി JP നഡ്ഡയാണ്. കേരള ആരോഗ്യവകുപ്പ് മന്ത്രി അല്ലേ? നമ്മുടെ ഇവിടുത്തെ നിലവിലെ കേരള ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? കെ മുരളീധരൻ. മുരളീധരൻ ഓർത്തു വെച്ചോളൂ, ചോദിക്കാം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി JP നഡ്ഡ. നിലവിലെ കേരള ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? കെ മുരളീധരൻ. ഇനിഷ്യലും കൂടി നോക്കിക്കോളൂ, കെ മുരളീധരൻ. നെക്സ്റ്റ് ചോദ്യം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതിയുടെ പേരെന്താണ്? നൂതന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. താഴെ പറയുന്നവയിൽ ഏത് മാർഗമാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്? ആൻസർ മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ആൻസർ MAL. MAL. അടുത്ത ക്വസ്റ്റ്യൻ 54/2025 ആണ്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം
ഇന്ത്യയിൽ 5 പാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സിമ്പിളായി പറഞ്ഞാൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആൻസർ ദേശീയ ജലപാത 3. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 3. നെക്സ്റ്റ് ചോദ്യം, മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായർ. കേരള മോഡൽ വികസന പദ്ധതി അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയുടെ പേരെന്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് വൺ, വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം ഏതാണ്? ആൻസർ സ്വകാര്യവൽക്കരണം. നെക്സ്റ്റ് വൺ, സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജി. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ്? ആൻസർ നീതി ആയോഗ്. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏതു സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? തൃതീയ മേഖല. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ, എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യവിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ് നെല്ല്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രസ്താവനകൾ. എപ്പോഴും മാറി 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 ചോദിക്കാറുണ്ട് നെല്ലിൻ്റെ കാര്യങ്ങൾ തന്നെ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3 ശരിയും 4 തെറ്റാണ്. ഭാഗമല്ലാത്ത പ്രസ്താവന, ബാക്കി എല്ലാം ശരിയാണെന്നുള്ളത് ശരിയാണ്. ഭാഗമല്ലാത്ത പ്രസ്താവന ചോദിച്ചേക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. ഭാഗമല്ലാത്ത പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ സി ആണെന്നുള്ളത് മാർക്ക് ചെയ്യുക, നോക്കുക. നെക്സ്റ്റ് ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 86ാമത് ഭേദഗതി. 86ാമത്തെ ഭേദഗതി. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ആൻസർ മോട്ടിലാൽ നെഹ്റു. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? നെക്സ്റ്റ് ചോദ്യം, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? ആൻസർ രാഷ്ട്രത്തലവൻ്റെ പേരാണ്. നെക്സ്റ്റ് ചോദ്യം, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 40ാം അനുച്ഛേദം. ഓക്കെ. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ആൻസർ ലോർഡ് റിപ്പൺ. നെക്സ്റ്റ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? ആൻസർ ഉത്തരാഖണ്ഡ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ് വൺ, 3ാം മോഡി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? ആൻസർ പാർലമെൻ്ററി കാര്യസമിതി. 3ാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാതിരിക്കുന്ന കമ്മിറ്റി ഏതാണ്? പാർലമെൻ്ററി കാര്യസമിതി. നെക്സ്റ്റ് ചോദ്യം,
തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉമാണ്. നെക്സ്റ്റ് ചോദ്യം, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ആൻസർ എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഹീമോഫീലിയ. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഏതൊക്കെയാണ്? ശരിയായ ജോഡി ആണ് ഫൈലേറിയൽ വിര മന്ത് എന്നുള്ളത്. ഫൈലേറിയൽ വിര മന്ത്. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? മേഘാലയ. ബർണിഹാട്ട് പട്ടണം മേഘാലയയിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ്, മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നു. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ക്രോമസോം നമ്പർ 11 ജീന് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നു. മെലനോമയ്ക്ക് ക്രോമസോം നമ്പർ 14 ജീനാണോ എന്ന് ചോദിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ ശരി, രണ്ടാമത്തെ തെറ്റാണ്. ക്രോമസോം നമ്പർ 11 ജീൻ തകരാറാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുക. ക്രോമസോം നമ്പർ 11 ജീൻ തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം ഉണ്ടാകാൻ കാരണം. അത് മാത്രം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ചോദ്യം, പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളി വരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ആൻസർ ചിത്രശലഭം. ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളി വരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ചിത്രശലഭങ്ങളാണ്. നെക്സ്റ്റ് ചോദ്യം, മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഇത് ശരിയാണോ തെറ്റാണോ? രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അതായത് പേശികളും അസ്ഥികളും കൂടി ചേർന്നിട്ടാണ് എന്ത് പോവുക? മസിലുകളും നമ്മുടെ അസ്ഥികളും ചേർന്നാണ് സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമാകുക. എല്ല് മാത്രം കൊണ്ട് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് മസിൽ കോച്ചി പിടിച്ച് അവിടെ നിൽക്കത്തേ ഉള്ളൂ അല്ലേ? അപ്പോൾ പേശികളും അസ്ഥികളും, മസിൽ മീൻസ് പേശി. അപ്പോൾ നമ്മുടെ മസിൽ കോച്ചി പിടിച്ച് അസ്ഥി കൊണ്ട് മാത്രം നടക്കാൻ പറ്റില്ല അല്ലേ? മസിൽ കോച്ചി പിടിച്ച് വേദന എടുത്ത് ഇരിക്കാനേ പറ്റുള്ളൂ. സോ പേശികളും അസ്ഥികളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, കൂടിച്ചേർന്ന പ്രവർത്തനത്തിൽ മാത്രമേ നമുക്ക് ചലനവും സഞ്ചാരം സാധ്യമാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കൊണ്ട് ഏകദേശം 100 ക്വസ്റ്റ്യൻസോളം ആയിട്ട് നമുക്ക് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് വീണ്ടും വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ നെക്സ്റ്റ് വീഡിയോ.